ഹല്ലേലൂയ. ഒരു വചനം വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാമത്തെ ദിവസം. എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തന്റെ ഏകജാതം നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ഏതാ വചനം? യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാമത്തെ ദിവസം. ക്രിസ്മസ് അല്ലേ? ക്രിസ്മസ് വരുന്നത് ആണോ? ക്രിസ്മസില് നമ്മൾ ആഘോഷിക്കുന്നത് എന്താണ്? ഈശോയുടെ ജനനം, ശരിയല്ലേ? പക്ഷെ ഈശോയുടെ ജനന സമയത്ത് നമ്മൾ ഈശോയെ കാണുന്നു, ഈശോ രക്ഷകനായി നമ്മുടെ ജീവിതത്തിൽ വരുമെന്ന് പറയാൻ വേണ്ടി സന്തോഷമാണ്, അല്ലേ? അല്ലേ? പക്ഷെ സ്വർഗത്തില് എങ്ങനെയായിരുന്നു? സ്വർഗത്തിൽ എങ്ങനെയായിരുന്നു? പിതാവായ ദൈവത്തിന്റെ സ്നേഹമാണ് ഈശോയെ നമുക്ക് നൽകിയത്. എങ്ങനെയുള്ള സ്നേഹം? ചവിട്ടി പറിച്ചു തരുന്ന സ്നേഹം. എങ്ങനെയുള്ള സ്നേഹം? ആ വചനം നമ്മൾ വായിച്ചത്. എന്തെന്നാൽ അവയിൽ വിശ്വസിക്കുന്ന ദേവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തന്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. അപ്പൊ ദൈവം, പിതാവായ ദൈവത്തിൽ നിന്ന് പുത്രനായ ദൈവത്തിനെ പറിച്ചെടുത്ത് ഭൂമിക്ക് നൽകിയതാണ് ക്രിസ്മസ്. ചിലരെ കാര്യമാണോ? പിതാവായ ദൈവത്തിന്റെ അവസ്ഥയാണ് പറയുന്നത്. പിതാവായ ദൈവം തന്റെ ഉള്ളിൽ നിന്ന് പുത്രൻ തമ്പുരാനെ പറിച്ചെടുത്ത് ഭൂമിക്ക് നൽകിയ വലിയ ത്യാഗമാണ് ക്രിസ്മസ്. ഹല്ലേലൂയ. ഇനി മറ്റൊരു കാര്യം, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 18-ാമത്തെ വാക്യം എഴുതിയിരിക്കണം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 18-ാമത്തെ വാക്യം. ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല. എന്താ പറയുന്നത്? പിതാവായ ദൈവത്തെ കാണാനില്ല. ഈശോയുടെ ദർശനത്തിൽ കാണും, പരിശുദ്ധാത്മാവിനെ അനുഭവിക്കും. പക്ഷെ ആരെ കാണില്ല? പിതാവായ ദൈവത്തെ കാണുന്നില്ല. എന്താ പറയുന്നത്? ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല. ആരെങ്കിലും പറയുന്നത് പിതാവായ ദൈവം ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്, പിതാവായ ദൈവത്തെ കണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം നമ്മൾ പറയുകയാണ് നമ്മുടെ ദൈവമില്ല. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലൊക്കെ എംബ്രംമാരൊന്നും പറയാറില്ല. അവരെ പറയും പിതാവിനെ കണ്ടു. കള്ളമാണ്. തിരുമേശം ചെയ്യുന്നത്. ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല. അടുത്ത പറയുന്നതാണ് പിതാവുമായി ഗാഠബന്ധം പുലർത്തുന്ന. ആരാണ്? ആരുമായിട്ട്? പിതാവുമായി ഗാഠബന്ധം പുലർത്തുന്ന. ഇതിന് ഗ്രീക്ക് ഭാഷയിൽ ശരിക്കും പറഞ്ഞു പറഞ്ഞാൽ പിതാവിന്റെ മടിയിലിരിക്കുന്നു. പിതാവിന്റെ എപ്രകാരമാണ്? പിതാവിന്റെ മടിയിലിരിക്കുന്നു. അത്രയുള്ള ബന്ധം. പിതാവുമായി ഗാഠബന്ധം പുലർത്തുന്ന. മടിയിലിരിക്കുന്നത് പറഞ്ഞാൽ പിതാവിന്റെ മടിയിൽ കയറിയിരിക്കുന്നത് ധാരണ ഇല്ലാതിരിക്കാനാണ് പിയോസിയെ ഗാഠബന്ധം പുലർത്തുന്നതാണ്. ദൈവത്തിന്റെ ഉള്ളിലാണ് ഗാഠബന്ധം പുലർത്തുന്ന. അടുത്ത വചനം, ദൈവം തന്നെയായ ഏകജാതനാണ് അവിടുത്തെ വെളിപ്പെടുത്തിയത്. അപ്പൊ മനുഷ്യനെ പിതാവുമായുള്ള ബന്ധം കിട്ടുന്നത് ഇപ്പോഴാണ്. അതിന് ആരുടെ? പുത്രൻ തമ്പുരാന്റെ ഏകജാതൻ എന്ന് പറഞ്ഞാൽ പുത്രൻ തമ്പുരാൻ. ഈ പുത്രൻ തമ്പുരാൻ പിതാവിനുള്ള ബന്ധം എന്താ? പിതാവിന്റെ ഉള്ളിൽ ഗാഠബന്ധം പുലർത്തുന്ന പുത്രൻ. ഹല്ലേലൂയ. അത് ബൈബിളിൽ കാണുകയാണ്. പിതാവേ, ഞാൻ അങ്ങിലും അങ്ങ് എന്നിലും ഒന്നായിരിക്കുന്നത് പോലെ ഇവരും നമ്മിൽ ഒന്നായിരിക്കേണ്ടത്. മനസ്സിലായോ? പിതാവ് എങ്ങനെ പറഞ്ഞു ഈശോ? പിതാവേ, ഞാൻ അങ്ങിലും അങ്ങ് എന്നിലും ഒന്നായിരിക്കുന്നത് പോലെ. ദൈവമായിട്ടുള്ള ബന്ധം, ഈശോയുടെ ബന്ധം എങ്ങനെയാ? പിതാവ് പുത്രനും നമ്മുടെ ബന്ധം എന്താ? പിതാവ് പുത്രനും ഒന്നാണ്. ഇതിനെ
തിയോളജിയുമായി പറയുന്ന വാക്ക് പെരിക്കോറസിസ്. അങ്ങനെ പറയുകയാണ്, പിതാവ് പുത്രനിലേക്കും പുത്രൻ പിതാവിലേക്കും ഒരേ നിമിഷം ഒരേ സമയം ഇങ്ങനെ പെരിക്കോറസിസ് ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കും. പിതാവ് പുത്രനിലേക്കും പുത്രൻ പിതാവിലേക്കും ഉള്ളിലേക്ക് കയറും. അതിന് പറയുന്നത് പിതാവ് പുത്രനും പുത്രൻ പിതാവിനും. ഹല്ലേലൂയ. അതാണ് ഈശോ പറഞ്ഞത്, പിതാവേ ഞാൻ അങ്ങിലും അങ്ങ് എന്നിലും ഒന്നായിരിക്കുന്നത് പോലെ. ഇതിനുള്ളിലേക്ക് പരിശുദ്ധ തൃത്വത്തിനുള്ളിലേക്കാണ് നമ്മുടെ വിളി. ഈശോ പറഞ്ഞ കാര്യം, ദൈവം പറയുന്ന കാര്യം, അതായത് പുത്രനും പിതാവുമായുള്ള ബന്ധമായി പറയുന്നത് മനസ്സിലാക്കുന്ന. അപ്പോൾ പിതാവായ ദൈവവും പുത്രനായ ദൈവവും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് പിതാവ് പുത്രന്റെ ഉള്ളിലും പുത്രൻ പിതാവിന്റെ ഉള്ളിലുമാണ്. നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞില്ലേ, പിതാവിന്റെ പുത്രൻ ജനിച്ചപ്പോൾ പുത്രൻ പുത്രനായി പിതാവ് പിതാവായി. പുത്രനില്ലാത്ത സമയം പിതാവിനില്ല, പിതാവില്ലാത്ത സമയം പുത്രനുമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇങ്ങനെയാണ് സഭയുടെ മതബോധ ഗ്രന്ഥം പഠിപ്പിക്കുകയാണ്. സർവ്വതും ആരിൽ നിന്നും ഉണ്ടായോ അവനാണ് പിതാവ്, സർവ്വതും ആരിലൂടെ വളർന്നു വന്നോ അവൻ പുത്രൻ, സർവ്വതും ആരിൽ വന്നോ അവൻ പരിശുദ്ധാത്മാവ്. അതായത് ഭൂമിയെ സൃഷ്ടിച്ചപ്പോൾ പിതാവിൽ നിന്ന് പുത്രനിലൂടെ പരിശുദ്ധാത്മാവിലാണ് സൃഷ്ടികർമ്മം നടന്നത്. ഹല്ലേലൂയ. നമ്മളൊക്കെ സൃഷ്ടിക്കുന്നത് പിതാവിൽ നിന്ന് പുത്രനിലൂടെ പരിശുദ്ധാത്മാവിൽ. രക്ഷയും അങ്ങനെ തന്നെ, പിതാവിൽ നിന്ന് പുത്രനിലൂടെ പരിശുദ്ധാത്മാവിൽ. അതാണ് പരിശുദ്ധത്തിലെ ബന്ധം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. മനസ്സിലായോ? ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ യേശു ആരാണെന്ന് അറിയണം. അതിന് വേണ്ടി പറഞ്ഞു തരുന്നത് നിസാരക്കാരനല്ലാതെ ദൈവവുമായി യാതൊരു പുലർത്തുന്ന ദൈവം തന്നെയായ ഏകജാതനാണ്. ഏകജാതൻ. ദൈവത്തിന് എത്ര മക്കളുണ്ട്? ദൈവത്തിന് എത്ര മക്കളുണ്ട്? നമ്മളൊക്കെ ദൈവത്തിന്റെ മക്കളല്ലേ? അല്ലേ? അതെ. നമ്മുടെ ഏകജാതൻ എന്ന് പറയുന്നത് ഇവിടെ നമ്മളെല്ലാം സൃഷ്ടികളാണ്, അല്ലേ? നമ്മളെയൊക്കെ സൃഷ്ടിച്ചതാണ്. പക്ഷെ പുത്രൻ നമ്മളെ സൃഷ്ടിക്കപ്പെട്ടതല്ല, ജനിച്ചതാണ്. പിതാവിൽ നിന്ന് ജനിച്ചതും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവരും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങനെ വിശ്വാസമാണ് പറയുന്നത്. ആണോ? എന്താ പറഞ്ഞതിനർത്ഥം? പിതാവിൽ നിന്ന് ജനിച്ചു, പക്ഷെ പിതാവ് സൃഷ്ടിച്ചതല്ല. ജനിക്കുന്നതിന് പിതാവിനോട് ഉണ്ടായിരുന്നു ഗാഢബന്ധം പുലർത്തുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളൊക്കെ എങ്ങനെയാണ്? നമ്മെ സൃഷ്ടിച്ചതാണ്, മക്കളായിട്ട് സൃഷ്ടിച്ചതാണ്. പക്ഷെ പുത്രനമ്പുരാൻ പിതാവിൽ ജനിച്ചതാണ്, സൃഷ്ടിച്ചതല്ല. ദൈവം തന്നെയാണ് ഏകജാതനോട്. എത്ര ദൈവമുണ്ട്? എത്ര ദൈവമുണ്ട്? എത്ര ദൈവമുണ്ട്? ഉറക്കപ്പോയി. എത്ര ദൈവമുണ്ട്? ഒരു ദൈവം. ഒരു ദൈവത്തിൽ എത്ര ആളുകളുണ്ട്? അങ്ങനെയല്ല പറയുന്നത്. ഒരു ദൈവം 3 ആളുകളിൽ. അതാണ് കറക്റ്റ്. ഒരു ദൈവത്തിൽ 3 ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ആളുകളിൽ ഒരുമിച്ച് വെച്ചാൽ മാത്രമേ ദൈവമുള്ളൂ, അല്ലേ? ഒരു ദൈവത്തിൽ 3 ആളുകൾ, ഒരു ഭാഗം, രണ്ടാമത്തെ ഭാഗം, മൂന്നാമത്തെ ഭാഗം, 3 കൂട്ടിച്ചേർത്താൽ ഒരു ദൈവം. അങ്ങനെ പറയുന്നത് എരസിയാണ്, പാഷണ്ഡതയാണ്. അതായത് പാർഷ്യലിസം എന്നാണ് പറയാം. ശരിക്കും അങ്ങനെയല്ല. ഒരു ദൈവം 3 ആളുകളിൽ. ഞാനിപ്പോൾ എത്ര ആളുകളുണ്ട്? ഒറ്റ ശരീരത്തിലുള്ളൂ, 3 ശരീരത്തിൽ ഒരു ദൈവം. ഒരു ദൈവം 3 അരൂപികൾ, ഒരു സിയ 3 ന്യൂമ, ഒരു സത്ത 3 അരൂപികൾ. 3 അരൂപികളിൽ വസിക്കുന്ന ഒരു ദൈവമാണ്. ഹല്ലേലൂയ. സർവ്വശക്തി. ഹല്ലേലൂയ. എത്ര ദൈവമുണ്ട്? ഒരു ദൈവം. പക്ഷെ 3 ആളുകളാണ്. ഒരാള് സർവ്വതും ആരിൽ നിന്ന് ഉറപ്പിക്കുമോ അവൻ, ഒരാള് ആരിലൂടെ വന്നുവോ പ്രവർത്തിക്കുന്നത്. ദൈവം ആരും പ്രപഞ്ചങ്ങളും നിറഞ്ഞിരിക്കുന്നു. ദൈവം സർവ്വവ്യാപിയാണ്, പരിശുദ്ധാത്മാവ്. ദൈവം അബ്രാഹാമിന് പ്രത്യക്ഷപ്പെട്ടു, ദൈവം മോശയ്ക്ക് പ്രത്യക്ഷപ്പെട്ടു. ഇല്ലേ? സീനായിലെ ദൈവം മോശയ്ക്ക് പ്രത്യക്ഷപ്പെട്ടു. ദൈവം മോശയ്ക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ ദൈവം സർവ്വവ്യാപിയല്ലേ? ബാക്കിയുള്ള ഭാഗത്ത് ദൈവം ഉണ്ടോ? ദൈവം അബ്രാഹത്തിന് അഗ്നിയിൽ പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ വേറെ വേറെ ഭാഗത്ത് ദൈവം ഉണ്ടോ? ഉണ്ടോ? ആലോചിക്കില്ല, അല്ലേ? ഹല്ലേലൂയ. 3 ആളുകൾ
ഹല്ലേലൂയ, ഹല്ലേലൂയ, സർവ്വശക്തി ഹല്ലേലൂയ. സമയത്തിന്റെ പൂർണ്ണതയിൽ വചനമാകുന്ന ദൈവം മനുഷ്യനായി തീരുമാനിച്ചു. ആരാണ് തീരുമാനിച്ചു? ആരാണ് തീരുമാനിച്ചു? ആരാണ് തീരുമാനിച്ചു? മനുഷ്യനാണ് തീരുമാനിച്ചു. എന്തിനാണ് മനുഷ്യനായി ദൈവമായിട്ട് ഭൂമിയാണ്? എന്തിനാണ് ദൈവം മനുഷ്യനായത്? യേശുവിന്റെ ഭൂമിയിലേക്ക് ദൈവമായിട്ട് വന്ന പോലെ മനുഷ്യനായിട്ട് വരേണ്ട എല്ലാ ആവശ്യവും, കുരിശിൽ വരേണ്ട എല്ലാ ആവശ്യവും. ഹല്ലേലൂയ, 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 ശക്തിയോടെ പറഞ്ഞ ഹല്ലേലൂയ. നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ ദൈവത്തിന്റെ മനുഷ്യാവതാര രഹസ്യമാണ് ധ്യാനിക്കുന്നത്, അല്ലേ? നമ്മൾ അറിയണ്ടേ? പറയാൻ പോകും. ഹല്ലേലൂയ, യേശു ആരാണെന്ന് പറയാൻ പോകും. ഹല്ലേലൂയ. ദൈവം ഈ ഭൂമിയുടെ അധികാരം നൽകിയത് മനുഷ്യനാണ്. ആർക്കാണ്? മനുഷ്യനാണ്. ആർക്കാണ് അധികാരം കൊടുത്തത്? ഭൂമിയുടെ അധികാരം ദൈവം ആർക്കാണ് കൊടുത്തത്? എപ്പോഴാണ് കൊടുത്തത്? എപ്പോഴാണ് കൊടുത്തത്? ദൈവം ആദ്യം അവനെ സൃഷ്ടിച്ചു. ആര് സൃഷ്ടിച്ചു? ആദ്യം അവനെ സൃഷ്ടിച്ചു. പറഞ്ഞു ആദം, നീ ഈ കാണുന്ന സകലത്തിന് പേരിടുക. എന്തില്ല? പേരിടുന്ന ആരാണ്? എന്റെ മക്കൾക്ക് ഞാനാണ് പേരിട്ടത്. എന്റെ അടിയനെ ഒരു കൊച്ചുണ്ടായി, ഒരു ആൺകുട്ടി. ആൺകുട്ടി ഞാൻ പേരിട്ടു. എന്താ പേര് പറയാമോ? വിരാട്. അവൻ വിരാട് കോഹ്ലിയുടെ ഭയങ്കര ഫാനാണ്. അപ്പൊ അവൻ മോനെ പേരിട്ടു വിരാട്. എനിക്ക് എന്തോ പേരിട്ടു, എല്ലാവരും ചിരിക്കാതെ വരും. അപ്പൊ പേരിട്ടു. മാത്രമല്ല പ്രസവിച്ചുകൊണ്ട് എഴുതാനൊക്കെ പേപ്പർ തരുന്നു. പേരെഴുതാനായിട്ട് ഒന്ന് എഴുതി വിരാട്. കാരണം അതവരുടെ അധികാരമാണ്. നമുക്ക് ചോദിക്കാൻ പറ്റുമോ? അവരവരുടെ കൊച്ചിന് പേരിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹല്ലേലൂയ. പേരിടുക എന്ന് പറയുന്നത് ആരുടെ അധികാരമാണ്? ആ കുഞ്ഞിന്റെ മേൽ അധികാരമുള്ളവന്റെ അധികാരമാണ്, അല്ലേ? അപ്പൊ ബൈബിളില് ദൈവം മനുഷ്യന് പറയുന്നത്, നീ കാണുന്നത് എല്ലാത്തിനും പേരിടുക. എന്തിനാ പേരിടുക? അപ്പൊ എല്ലാത്തിനും അധികാരി ആരാണ്? അധികാരി ആരാണ്? മനുഷ്യൻ. ആരധികാരി? അപ്പൊ ദൈവം തന്റെ അധികാരം മുഴുവൻ ഭൂമിയുടെ മേൽ അധികാരം ആർക്ക് കൊടുത്തു? മനുഷ്യൻ. അപ്പൊ ഒരു മനുഷ്യൻ ഒരു വേദന കണ്ടപ്പോ കത്തി എടുത്ത് കുത്തി കൊല്ലാൻ ശ്രമിക്കുകയാണ്. ദൈവം ദൈവം ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് അവർ കത്തി എടുത്ത് കുത്തി കൊല്ലാൻ സമയത്ത് തടഞ്ഞില്ല? എന്തറിയാത്തത്? നമ്മൾ ചോദിക്കാറില്ലേ, മണിപ്പൂരിൽ ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെടുമ്പോൾ ദൈവം എന്ത് ചെയ്യുകയായിരുന്നു? ദൈവത്തിന് അറിയാറില്ലേ? നിൽക്കൂ, അത് ക്രിസ്ത്യാനിയാണ്, നീ അവരെ കൊല്ലരുത്, സ്റ്റോപ്പ് എന്ന് പറയാറില്ലേ? പറയാറുന്നില്ലേ? ദൈവത്തിന് ഉണ്ടല്ലോ, പറയാറുന്നില്ല. കാരണം ദൈവം അധികാരം കൊടുത്തത് ആർക്കാണ്? മനുഷ്യനാണ്. മനുഷ്യൻ അധികാരം ഉപയോഗിക്കുമ്പോൾ ദൈവം അതിൽ ഇടപെടില്ല. ആർക്കാണ് അധികാരം? മനുഷ്യന് അധികാരം ആരോട് കൊടുത്തു പറയുന്നത്? പിശാചിന് കൊടുത്തു. പാപം ചെയ്തപ്പോൾ ഈ അധികാരം ആർക്ക് കൊടുത്തു? പിശാചിന് കൊടുത്തു. ഹല്ലേലൂയ. സർവ്വശക്തി പറഞ്ഞ ഹല്ലേലൂയ, ശക്തിയോടെ പറഞ്ഞ ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? ദൈവമാണ് അധികാരം കൊടുത്തത്. പിശാചിന് അധികാരം കൊടുത്തത് ദൈവമാണ് അധികാരം കൊടുത്തത്. മനുഷ്യനാണ് അധികാരം കൊടുത്തത്. അപ്പൊ ഭൂമിയുടെ മേലുള്ള അധികാരി ആരായി മാറി? അതാണ് ബൈബിളിൽ പറയുന്നുണ്ട്, ഭൂമിയുടെ അധികാരി, ഈ ലോകത്തിന്റെ അധികാരി വിധിക്കപ്പെട്ടിരിക്കുന്നു. ആരായി അധികാരി? പിശാചിനെ പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഈ മരുഭൂമിയിലെ പരീക്ഷയിലെ യേശുക്രിസ്തുവിനെ വിളിച്ച് പിശാച് പറയുകയാണ്, ഈ കാണുന്നത് മുഴുവൻ എന്റേതാണ്, നീ എന്നെ കുപ്പിട്ട് ആരാധിച്ചാൽ ഞാൻ ഇതെല്ലാം നിനക്ക് തരാം. ആരാണോ പറയുന്നത്? പിശാച് ആരോടാ പറഞ്ഞത്? ദൈവത്തെ ഉണ്ടാക്കിയതാരാ? ഈ കാണുന്നത് ഉണ്ടാക്കിയതാരാ? സൃഷ്ടിച്ചതാരാ? ആ ദൈവത്തോട് പിശാച് പറയാണ്, ഈ കാണുന്നത് മുഴുവൻ അവന്റെയാണെന്ന്. എങ്ങനെ കിട്ടി അവന്? എങ്ങനെ കിട്ടി? ദൈവം ഈ അധികാരം മനുഷ്യന് കൊടുത്തു. മനുഷ്യന് അധികാരം ആർക്ക് കൊടുത്തു? പിശാചിന് കൊടുത്തു. പിശാച്
ഇത് മനസ്സിലായോ? മനസ്സിലായോ? അപ്പോൾ ഒരു മനുഷ്യന്റെ കയ്യിലാണ് ദൈവം അധികാരം കൊടുത്തത്. എന്നോട് ചോദിക്കട്ടെ, പിശാചിന് സ്വാധീനമില്ലാത്ത അധികാരമില്ലാത്ത ഒരു മനുഷ്യൻ ഭൂമിയിലുണ്ടെങ്കിൽ ഈ അധികാരം ആരുടെ കയ്യിലായിരിക്കും? പിശാചിന് ഒരു അധികാരം കൊടുത്തേ ആരെങ്കിലും ആ മനുഷ്യന്റെ കയ്യിലായിരിക്കും. ക്ലിയറായോ? ദൈവം മനുഷ്യന് അധികാരം തന്നു. ഈ മനുഷ്യൻ പിശാചിന് അധികാരം കൊണ്ടു കൊടുത്തു. അപ്പൊ എല്ലാവരും പാപം ചെയ്യുന്നവരാണ്, എല്ലാവരും പാപികളാണ്. ആ അധികാരം ഉപയോഗിച്ചുകൊണ്ട് പിശാച് എല്ലാവരും കൂടെ അധികാരം ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഏതെങ്കിലും ഒരു മനുഷ്യൻ ഒരു പാപവും ചെയ്യാതെ, ഒരു പ്രലോഭനത്തിലും പെടാതെ, ഒരു തിന്മയും ചെയ്യാതെ നന്മ മാത്രം ചെയ്തിട്ട് വിജയിച്ചാൽ അവന് പിശാചിന് അവനെ കൂടെ അധികാരം ഉണ്ടാവുക? ഉണ്ടാവില്ല. അപ്പൊ അധികാരം, ഭൂമിയുടെ അധികാരം ആരുടെ കയ്യിലായിരിക്കും? ആ മനുഷ്യന്റെ കയ്യിലായിരിക്കും. ആ മനുഷ്യന്റെ അടുത്തേക്ക് ഒറ്റ ആളെടുക്കില്ലേ, ഒരു പിശാച് എടുക്കില്ലേ? കാരണം എന്താ? ആ മനുഷ്യൻ ശക്തനായിരിക്കില്ലേ? ആ മനുഷ്യന്റെ കയ്യിൽ അധികാരം. ഹല്ലേലൂയ. ഇത് മനസ്സിലായോ? ഈ അധികാരം ആരാണ് തിരിച്ചു പിടിക്കുക? എല്ലാ മനുഷ്യരോടും പറ്റും. നമ്മളോട് ആരെയും പറ്റും പിശാചിനെ തോൽപ്പിക്കാൻ? പറ്റില്ല. അപ്പൊ ദൈവം കാര്യമില്ല. മാലാഖ പോയിട്ട് മനുഷ്യനായി അവതരിച്ചിട്ട് മനുഷ്യനായിട്ട് അധികാരം തിരിച്ചു പിടിക്കട്ടെ. എന്തെല്ലാം ഐഡിയ ആണോ? അല്ലേ? മാലാഖയോട് പറ്റുമോ? പറ്റുമോ? ദൈവത്തെ മുഖാഭിമുഖം കാണുന്ന മാലാഖമാർ വഴി തെറ്റിക്കാൻ ആരായി പറയുന്നത്? പിശാചായി മാറി. മനസ്സിലാവുന്നല്ലോ? ദൈവത്തെ മുഖാഭിമുഖം കാണുന്ന മാലാഖമാർ വഴി തെറ്റിയിട്ടാണ് പിശാചായി പറയുന്നത്. അപ്പൊ പിന്നെ ദൈവത്തെ കാണാൻ ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ കാര്യം മാലാഖ മനുഷ്യനായ സ്ഥിതി പറയാനുണ്ടോ? ഹല്ലേലൂയ. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? മനുഷ്യനെ കൊണ്ട് പറ്റില്ല, മാലാഖയെ കൊണ്ടും പറ്റില്ല. പിന്നെ ആർക്കാ പറ്റിയ അധികാരം തിരിച്ചു പിടിക്കാൻ? ദൈവത്തിന്. അപ്പൊ ദൈവം എന്ത് ചെയ്തു പറയാമോ? ദൈവം മനുഷ്യനായി അവതരിക്കാൻ തീരുമാനിച്ചു. അപ്പൊ ദൈവം ഭൂമിയിൽ ദൈവമായിട്ടാ വരണ്ടേ, മനുഷ്യനായിട്ടാ വരണ്ടേ? പറയും. ദൈവം ഭൂമിയിലേക്ക് വരേണ്ടത് ദൈവമായിട്ടുള്ള മതി, അത് മനുഷ്യനായിട്ട് വരണം. ഉറക്കെ പറയേ. മനുഷ്യനായിട്ട് വരണം. ദൈവമായിട്ട് വന്നിട്ട് ഒരു കാര്യമില്ല. അധികാരം ദൈവം മനുഷ്യന് കൊടുത്തതാണ്. അതുകൊണ്ട് മനുഷ്യനായി വന്നിട്ട് ഒരു കാര്യമില്ല. പിന്നെ ആരായിട്ട് വരണം? ദൈവം മനുഷ്യനായിട്ട്. അപ്പോൾ നമ്മൾ പഠിക്കാം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം എഴുതി. ഫിലിപ്പിയർക്ക് ലേഖനം 2-ാം അധ്യായം 8-ാമത്തെ വചനം. ചേർന്ന് വായിച്ചാൽ തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് പറയും. ദൈവത്തിന്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിച്ചില്ല. തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യന്റെ സാദൃശ്യത്തിലായിത്തീർന്ന് ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു. മരണം വരെ, അത് കുരിശുമരണം വരെ അനുസരണമുള്ളവനായി തന്നെ തന്നെ താഴ്ത്തി. ആകയാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി. അപ്പൊ ആരെയും വരാൻ പോകുന്നത് പുത്രൻ തമ്പുരാൻ സ്വർഗത്തിൽ നിന്ന് തന്നെ തന്നെ ശൂന്യനാക്കി ദൈവവുമായുള്ള സമാനത നിലനിർത്താതെ പച്ച മനുഷ്യനായി തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച ദിവസമാണ് ക്രിസ്മസ്. ദൈവം തന്നെ തന്നെ ശൂന്യനാക്കി പൂജിക്കും. ഇനി ദൈവമായിട്ടല്ല പറയാൻ വേണ്ടോ, മനുഷ്യനായിട്ടാ പറയാൻ. ദൈവം തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതാണ്
തന്നെ തന്നെ താഴ്ത്തി കുരിശുമരണത്തോളം താഴ്ത്തി. അതുകൊണ്ട് എന്തുണ്ടായി? ദൈവം അവനെ അത്യധികം ഉയർത്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞ ഹല്ലേലൂയ. മനസ്സമാരോട് പറഞ്ഞ ഹല്ലേലൂയ. അപ്പൊ യേശു ദൈവമാണോ മനുഷ്യനാണോ? യേശു ദൈവമാണോ മനുഷ്യനാണോ? ദൈവമാണ്, മനുഷ്യനാണ്. ദൈവമല്ലോ ദൈവം. ദൈവമാണ്, മനുഷ്യനുമാണ്. മനുഷ്യനാവാൻ എന്താ ചെയ്യും? ദൈവം മനുഷ്യനാവാൻ എന്താ ചെയ്യും? മനുഷ്യൻ, നിങ്ങളൊക്കെ മനുഷ്യനായത് എങ്ങനെയാണ്? ഞാനും നിങ്ങൾ മനുഷ്യനായത് എങ്ങനെയാണ്? മനുഷ്യനിൽ നിന്ന് ജനിച്ചു അല്ലേ? ഞാനും നിങ്ങളും മനുഷ്യനായത് എങ്ങനെയാ? ഉറക്കം പറയും. എങ്ങനെയാണ്? മനുഷ്യനിൽ നിന്ന് ജനിച്ചു. ശരിയല്ലേ? മനുഷ്യനാവാൻ രണ്ട് വഴിയുള്ളൂ. ഒന്നാമത്തെ വഴി എന്നറിയാമോ? ഒന്നാമത്തെ വഴി എന്താണെന്ന് അറിയാമോ? കളിമണ്ണോണ്ട് മെനഞ്ഞ് നാസാരത്തിലേക്ക് ഊതി കഴിക്കാൻ മനുഷ്യനാവും. അങ്ങനെയാണ് ആരാ മനുഷ്യനായത്? ആദം. ഈ രണ്ടാമത് വഴി ഉണ്ടെന്ന് പറയാം. നമ്മളെ കാര്യം പോലെ ഒരു മനുഷ്യൻ കൊണ്ട് പ്രസവിച്ചാൽ, മനുഷ്യസ്ത്രീ പ്രസവിച്ചാൽ മനുഷ്യനാവും. ഒരു പുരുഷനില്ലാതെ ഒരു മനുഷ്യൻ ഉണ്ടാവും. പുരുഷനില്ലാതെ മനുഷ്യനുണ്ടാവും. പുരുഷനില്ലാതെ ഒരു സ്ത്രീ മാത്രം വിചാരിച്ചാൽ ഒരു മനുഷ്യൻ കുഞ്ഞിനെ പ്രസവിക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ? ഇപ്പൊ പണ്ട് പറ്റും, പണ്ട് ഇപ്പൊ പറ്റും. ഒന്നല്ല. ക്ലോണിംഗ് കേട്ടിട്ടുണ്ട്. ക്ലോണിംഗ് എങ്ങനെ ചെയ്യുന്നതെന്ന് അറിയാമോ? അമ്മയുടെ ശരീരത്തിൽ നിന്ന് ഒരു കോശത്തെ എടുത്ത് ടെസ്റ്റ് ട്യൂബിലിട്ട് വളർത്തിയിട്ട് അതേ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിക്ഷേപിച്ച് പ്രസവിക്കും. പുരുഷനില്ല. അതായത് ഭാവിയിൽ ആണുള്ള ആവശ്യം വരില്ല എന്നൊക്കെ മനസ്സിലായി. അതാണ് ക്ലോണിംഗ്. ആദ്യം നമ്മളൊരു ആടിന് പുറത്ത് ആടും ഡോളി ഒരു സ്ത്രീയുടെ ശരീരത്തിൽ ഒരു കോശം എന്തെങ്കിലും ഒരു കോശം എടുക്കും. ആ കോശത്തിൽ ടെസ്റ്റ് ചെയ്ത് വളർത്തുക. അമ്മയുടെ ആവശ്യമില്ല. അപ്പൊ സൂചിക്കുന്നത് അമ്മയെ പോലെ അതേപോലെ കുട്ടി പുരുഷനൊക്കെ വേണ്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ കുഞ്ഞ് മനുഷ്യനാവോ? ആവോ? മനുഷ്യക്കുഞ്ഞിനാവും. പുരുഷനില്ലാതെ മനുഷ്യനുണ്ടാവോ? ഇന്നത്തെ കാലഘട്ടത്തിൽ ഇതുവരെ ചെയ്തിട്ടില്ല. ചെയ്തുകൊണ്ട് നമുക്കറിയില്ല. ചൈനയിലെ ചെയ്തപ്പോൾ പറയുന്നു. ചെയ്തിട്ടില്ലെന്നാണ് ഒരു രാജ്യത്തിന്റെ പരസ്പരമുള്ള രാജ്യങ്ങളുടെ മേൽ തീരുമാനം. മൃഗങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവില്ല. ഹല്ലേലൂയ. സർവ്വവ്യാപി ഹല്ലേലൂയ. ശക്തിയുടെ ഹല്ലേലൂയ. ദൈവമവനെ പറഞ്ഞത് പുരുഷൻ വേണ്ടാതെ സ്ത്രീയിൽ നിന്ന് പുരുഷൻ ജനിച്ചു. ക്ലോണിങ്ങിന് സ്ത്രീയിൽ നിന്ന് സ്ത്രീ മാത്രമേ ജനിക്കുള്ളൂ. പക്ഷെ ദൈവം ചെയ്ത സ്ത്രീയിൽ നിന്ന് പുരുഷൻ ജനിച്ചു. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് കന്യകാമറിയത്തിൽ നിന്ന്, വിശ്വാസപ്രമാണത്തിൽ എന്താ പറയുന്നത്? കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. മനസ്സിലായോ? ദൈവം മനുഷ്യനാവണമെങ്കിൽ എന്ത് വേണം? ദൈവം മനുഷ്യനാണെങ്കിൽ എന്ത് വേണം? കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. അപ്പോൾ ആ മനുഷ്യ കുഞ്ഞ് ദൈവമാണോ? അതെ. മനുഷ്യനാണോ? അതെ. മനസ്സിലായോ? ഞാൻ ചോദിക്കട്ടെ, ദൈവം പരിപൂർണനല്ലേ? ആണോ? ദൈവം പരിപൂർണനല്ലേ? ആണോ? ദൈവം 100% പരിപൂർണനല്ലേ? അപ്പൊ ദൈവത്തിനുള്ളിലേക്ക് എന്തെങ്കിലും കൂട്ടിച്ചേർക്കാൻ പറ്റുമോ? ദൈവം പരിപൂർണന 100% ദൈവമല്ലേ? അപ്പൊ ദൈവത്തിനുള്ളിലേക്ക് എന്തെങ്കിലും കൂട്ടിച്ചേർക്കാൻ പറ്റുമോ? പറ്റുമോ? ഉറക്കെ പറയൂ. ഇല്ല. ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും കുറയ്ക്കാൻ പറ്റുമോ? ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും മിക്സ് ചെയ്യാൻ പറ്റുമോ? ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും വിഭജിക്കാൻ പറ്റുമോ? ഇല്ലെന്ന് പറയുന്നത്.
പറ്റില്ല, ദൈവത്തിൽ നിന്നൊന്നും മിക്സ് ചെയ്യാൻ പറ്റില്ല, ദൈവത്തോടൊന്നും വിഭജിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു മനസ്സിലായോ? അപ്പൊ പിന്നെ ദൈവത്തോട് എങ്ങനെയാണ് മനുഷ്യനെ കൂട്ടിച്ചേർത്തത്? അല്ലെ, ദൈവം വചനമാകുന്ന ദൈവത്തിലേക്ക് മനുഷ്യനെ എങ്ങനെ കൂട്ടിച്ചേർക്കാൻ പറ്റും? കൂട്ടിച്ചേർക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് അതിന് പറയുന്നത് എങ്ങനെയാണ്? ശ്രദ്ധിക്കണേ, ദേവ്യാസനോട് പറയുന്നത് എങ്ങനെയാണ്? അവൻ പൂർണ്ണ ദൈവമാണ്, അവൻ പൂർണ്ണ മനുഷ്യനാണ്. അപ്പോൾ ഇതിനെ ഒരുമിച്ച് കൂട്ടിച്ചേർക്കാനോ കുറയ്ക്കാനോ മിക്സ് ചെയ്യാനോ വിഭജിക്കാനോ പറ്റില്ല. അതിന് പറയുന്ന പേര് ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയൻ. മലയാളത്തിൽ ദൈവം മനുഷ്യനെ ആധാരം ചെയ്തു, ദൈവം മനുഷ്യനെ ഇംഗ്ലീഷിൽ അസ്യൂം ചെയ്തു. ആധാരം ചെയ്തു അല്ലെങ്കിൽ അസ്യൂം ചെയ്തു. ഈ വാക്കുകൾ ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം മനുഷ്യനെ ആധാരം ചെയ്തു എന്ന് പറഞ്ഞിരിക്കുന്നറിയാമോ? അലക്സാണ്ടർ സിറിൽ എന്ന് പറഞ്ഞ വിശുദ്ധ ഇപ്രകാരമുള്ള സംഘടനയാണ് അദ്ദേഹത്തെ പഠിപ്പിച്ചിരിക്കുകയാണ്. ഒരു തീക്കനലെടുക്കുക, തീക്കനല്, അതിൽ വിറകുമുണ്ട് തീയുമുണ്ട്. ഇല്ലേ? വിറക് 100%, തീയും 100%. അപ്പൊ 200% ഇല്ല, 100%. ദൈവം 100%, മനുഷ്യൻ 100%. പൂർണ്ണ ദൈവം, പൂർണ്ണ മനുഷ്യൻ. 100% ദൈവം, 100% മനുഷ്യൻ. ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? മിക്സ് ചെയ്തിട്ടില്ല, കുറച്ചിട്ടില്ല, കൂട്ടിയിട്ടില്ല. അവർ പറയുന്നത് ആധാരം ചെയ്തു അല്ലെങ്കിൽ അസ്യൂം ചെയ്തു. ഇങ്ങനെ ആയപ്പോൾ പ്രശ്നം കാര്യം അറിയാമോ? ഇങ്ങനെ ദൈവം മനുഷ്യനെ അസ്യൂം ചെയ്തപ്പോൾ പിന്നെ ഒരിക്കലും ആ ദൈവത്തിൽ നിന്ന് മനുഷ്യനെ വേർപെടുത്താൻ പറ്റില്ല. ഹല്ലേലൂയ. സമയത്ത് പറഞ്ഞ ഹല്ലേലൂയ, ശക്തിയുടെ പറഞ്ഞ ഹല്ലേലൂയ. മനസ്സിലായോ? ദൈവത്തിൽ നിന്ന് മനുഷ്യനെ വേർപെടുത്താൻ പറ്റില്ല. അപ്പോൾ മറിയം ഉദരത്തിൽ വഹിച്ച ആ കുഞ്ഞ് ദൈവമാണോ മനുഷ്യനാണോ? ദൈവമാണ്, മനുഷ്യനാണ്, വേർപെടുത്താൻ പറ്റില്ല. മനസ്സിലായോ? അപ്പോൾ മറിയം പ്രസവിച്ച കുട്ടി ദൈവമാണോ? മറിയം ഉദരത്തിൽ വഹിച്ച കുഞ്ഞ് ദൈവമാണോ? ദൈവമാണ്. അപ്പോൾ മറിയം ദൈവമാണോ? മനസ്സിലായോ? മറിയം ഇങ്ങനെ ദൈവമാണോ പറയുന്നത്? അല്ലാതെ ആദ്യം ദൈവത്തെ പ്രസവിച്ചതല്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മനസ്സിലായോ? മറിയത്തിന്റെ ഉദരത്തിൽ ഉരുവായ കുഞ്ഞ്, ആ ഉരുവായ നിമിഷത്തിൽ ദൈവമാണ്, മനുഷ്യനുമാണ്. അപ്പൊ മറിയം ഉദരത്തിൽ വഹിച്ചത് ദൈവത്തെയാണ്, മറിയം പ്രസവിച്ചത് ദൈവത്തെയാണ്. അപ്പോൾ മറിയം ആരാണ്? ദൈവമാതാവാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പുരുഷൻ ഈശോ മരിക്കുമ്പോൾ ദൈവം ഈശോയെ, വചനമാകുന്ന ദൈവം ഈശോയെ വിട്ടുപോയോ? ഹല്ലേലൂയ. അപ്പൊ ശ്രദ്ധിക്കുന്നത് ഈശോ കുരിശിൽ മരിക്കുകയാണ്. ഈ മരിക്കുന്ന സമയത്ത് ദൈവം മരിച്ചു പോയില്ലേ, അത് മൃതശരീരമായില്ലേ, വിട്ടുപോയി. അങ്ങനെ വിട്ടുപോകുമ്പോ, ശരീരം വിട്ടുപോകുമ്പോ വിട്ടുപോകാൻ പറ്റില്ല. ആത്മാവ് യേശുവിന്റെ ശരീരത്തിൽ വിട്ടുപോയില്ലേ? മരിച്ചപ്പോൾ വിട്ടുപോകുമ്പോ വിട്ടുപോകും. നമ്മൾ മരിച്ചാൽ നമ്മുടെ ആത്മാവ് നമ്മുടെ ശരീരത്തിൽ വിട്ടുപോയില്ലേ? വിട്ടുപോകോ? വിട്ടുപോകും. അതുപോലെ ഈശോ മരിച്ചപ്പോൾ ഈശോയുടെ മനുഷ്യാത്മാവ് ഈശോയുടെ ശരീരത്തിൽ വിട്ടുപോയി. ഈ വിട്ടുപോയപ്പോൾ ഈശോയുടെ മനുഷ്യാത്മാവ് ഈ ശരീരത്തിൽ ഈശോയുടെ ശരീരത്തിൽ വിട്ടുപോയപ്പോൾ ദൈവം, വചനമാകുന്ന ദൈവം ആത്മാവിനെയും വിട്ടുപോകില്ല, ശരീരത്തെയും വിട്ടുപോകില്ല. മനസ്സിലായോ? അപ്പോൾ കല്ലറയിൽ അടക്കിയിരിക്കുന്ന ഈശോയുടെ തിരു
ദൈവം മരിക്കുമോ? ഇല്ല. പക്ഷെ ദൈവം മരണം രുചിച്ചു. യേശുവിന്റെ കുരിശുമരണത്തിലൂടെ ദൈവം മരണം രുചിച്ചു. മരിക്കാതെ ദൈവം മരിക്കുമോ? അപ്പൊ ദൈവത്തിന് യേശുവിന്റെ മരണം, നമ്മുടെ മരണം നമുക്ക് മരണമാണ്. പക്ഷെ എനിക്ക് മരണമാണോ? നമ്മൾ ആത്മാവ് ശരീരത്തിന്റെ സുഖത്തിലേക്ക് പോവുകയാണ്, ജീവിതം തുടരുകയാണ്, മരണമല്ല. ഇങ്ങനെ മരണം കൊണ്ട് തോൽപ്പിച്ചു. ഈശോയുടെ നമ്മളൊന്ന് പ്രാർത്ഥിക്കാറില്ലേ, മരണം കൊണ്ട് മരണത്തെ തോൽപ്പിച്ചാണ് എന്ന് ഈശോയെ പറ്റി പറയാറുണ്ട്. എന്താ അർത്ഥം? മരണം കൊണ്ട് തോൽപ്പിച്ചു. കാരണം കല്ലറയിൽ അടക്കിയിരിക്കുന്ന ശരീരത്തിൽ ദൈവം വ്യാപരിക്കുന്നു. പാതാളത്തിലേക്ക് പോയ ഈശോയുടെ ആത്മാവിനും ദൈവം വ്യാപരിക്കുന്നു. അവിടെ രണ്ടു ഭാഗം ദൈവം അതിനെ വിട്ടുപോകുന്നില്ല. അതാണ് മകനെങ്ങനെ പറയുന്നത്, അങ്ങയുടെ ആത്മാവിനെ പാതാളത്തിൽ തള്ളുകയില്ല, അങ്ങയെ പരിശുദ്ധൻ അടിഞ്ഞു പോകാൻ അനുവദിക്കുകയുമില്ല. നമ്മൾ ചൊല്ലാറില്ലേ, സങ്കീർത്തനമാണ് നമ്മൾ കുരിശിനെ വേണ്ടി ചൊല്ലാറില്ലേ. ഇങ്ങനെയാണ് ഈശോ മരണത്തെ തോൽപ്പിച്ചത്. ഹല്ലേലൂയ. സർവ്വേതി പറഞ്ഞ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇങ്ങനെയാണ് യേശുക്രിസ്തു മരണത്തിൽ. അതുകൊണ്ടാണ് മൂന്നാം ദിവസം കല്ലറയിൽ നിന്ന് ശരീരങ്ങൾ തിരിച്ചു വരുന്നു, പാതാളത്തിൽ നിന്ന് ആത്മാവ് തിരിച്ചു വരുന്നു, ഒന്നായി തീരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതാണ് യേശുക്രിസ്തു മരണത്തെ തോൽപ്പിച്ചു. മനുഷ്യൻ മരണം കൊണ്ട് മരണത്തെ തോൽപ്പിച്ചു. ഹല്ലേലൂയ. ഈശോ ദൈവമാണെന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടോ? സ്വയം ഈശോ ഞാൻ ദൈവമാണ് എന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. ഈശോ പറഞ്ഞിട്ടുണ്ടോ? ഈശോ പറഞ്ഞത് പറയുമോ? ശബ്ദത്തോടെ പറഞ്ഞത്. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 24-ാമത്തെ വചനം. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 24-ാമത്തെ വചനം. നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. കിട്ടിയോ? 8:24. നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. എന്തെന്നാൽ ഞാൻ തന്നെ എന്ന് വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. വായിച്ചോ? ഞാൻ ആരാണെന്ന് വിശ്വസിക്കുന്നില്ല. നിങ്ങൾ വിശ്വസിക്കുന്നത് ഞാൻ തന്നെ എന്ന് വിശ്വസിക്കുന്നില്ല. എന്താ പറഞ്ഞ ഞാൻ തന്നെ വിശ്വസിക്കുന്ന പ്രയാസമുണ്ടോ? ഞാനാണെന്ന് വിശ്വസിക്കുന്ന പ്രയാസമുണ്ടോ? ഉണ്ടോ? ഞാനാണോ വിശ്വസിച്ചില്ല എന്നെ വിശ്വസിക്കുന്നുണ്ടോ? പക്ഷെ ഈശോ പറയാം, ഞാൻ തന്നെ എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. എന്താ അർത്ഥം? അതിനർത്ഥം പറയണമെങ്കിൽ നമ്മൾ പുറപ്പാടിന്റെ പുസ്തകം 3-ാം അധ്യായം 14-ാമത്തെ വാക്യം അതെന്താണോ? എടുത്തോ? ദൈവം മോശയോട് അരുളി ചെയ്തു, ഞാൻ തന്നെ. വായിച്ചോ? ദൈവം മോശയോട് അരുളി ചെയ്തു, ഞാൻ തന്നെ. ദൈവത്തിന്റെ പേര് പറഞ്ഞത് എങ്ങനെയാണ്? ഞാൻ ആരാണെന്ന് അറിയുമോ? ഞാൻ തന്നെ. കാരണം എന്താ? ഞാൻ നേരത്തെ പറഞ്ഞു, ആരാ പേരിടുക? അധികാരമല്ലേ? അല്ലേ? അതെ. നമുക്കിപ്പോ പേരിട്ടുണ്ടല്ലേ? ആരാ പേരിടുന്നത്? അപ്പോഴും അല്ലേ? അതെ. ദൈവത്തിന് ആരാ പേര്? ദൈവത്തിന്റെ ഒരു അധികാരം ആരെങ്കിലും ഉണ്ടോ? ഇല്ല. മോശം ചോദിക്കുകയാണേ, മോശം ദൈവം പറഞ്ഞത് മോശം ഞങ്ങളുടെ പേരെന്താന്ന് ചോദിക്കുക. അപ്പൊ ദൈവം പറഞ്ഞത് ഉത്തരം ഞാൻ തന്നെ. എന്നെ പാരപ്പേര് ഞാൻ തന്നെ. അന്ന് ആരാണെന്ന് ചോദിച്ചപ്പോൾ ദൈവം മോശം ചെയ്തു. മോശം ചോദിച്ചു, എന്നാൽ അവിടുത്തെ പേരെന്തെന്ന് അവർ ചോദിച്ചാൽ ഞാൻ എന്ത് പറയണം? അപ്പോൾ ദൈവം പറഞ്ഞു, ദൈവം മോശം ചെയ്തു, ഞാൻ തന്നെ. ഞാൻ തന്നെ. അത്ര ദൈവത്തിന് പേരുള്ളൂ. കാരണം എന്താ? ദൈവം സ്വയം പേര് വിളിക്കും. ഇല്ല, ഞാൻ
ഞാൻ എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും ദൈവത്തെ വിളിക്കും, ദൈവമേ എന്ന് വിളിക്കും ഓരോരുത്തരുടെ ഭാഷയില്. അപ്പൊ ദൈവത്തിന്റെ പേരെന്താ? പേരില്ല. നിന്റെ പേരെന്താണെന്ന് പറയുക എന്നത് ദോഷം. ദൈവത്തോട് ദൈവം പറയാ ഞാൻ ഞാൻ തന്നെ പേരിട്ടില്ല. നിങ്ങൾ പറയാണ് ഞാൻ ആകുന്നു. അടുത്തത് ഇസ്രായേൽ മക്കളോട് നീ പറയുക ഞാനാകുന്നവൻ എന്നെ നിങ്ങളുടെ കാണിച്ചു. അപ്പൊ അതിന്റെ ദൈവത്തിന്റെ പേര് ഞാൻ ഞാൻ തന്നെ. അത് പറഞ്ഞ യാഹ്വേ, ഞാനാകുന്നു പറഞ്ഞാൽ യാഹ്വേ. യാഹ്വേ കേട്ടിട്ടില്ലേ? കേട്ടിട്ടില്ലേ? എന്താ അർത്ഥം? ഞാൻ ആകുന്നു. എന്നിട്ട് യേശു ഇനി യോഹന്നാൻ 8:1 വായിക്കേ. വ്യക്തം എന്താ പറഞ്ഞത്? ഞാൻ ഞാൻ തന്നെ എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങൾ മരിക്കും. യഹൂദന്മാരോട് എന്താ പറഞ്ഞതറിയോ? എന്താ പറഞ്ഞത്? ഞാൻ യാഹ്വയാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങൾ മരിക്കും. യാഹ്വേ എന്ന് പറഞ്ഞാൽ ആരാണ്? അവർക്ക് ദൈവം. മനസ്സിലായോ? ഈ വചനത്തിന്റെ വ്യാഖ്യാനം മനസ്സിലായോ? മനസ്സിലായോ? ഈശോ എന്താ പറഞ്ഞത്? ഞാൻ യാഹ്വയാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങൾ മരിക്കും. വെട്ടിത്തുറന്നു പറഞ്ഞു യഹൂദന്മാരോട്. വിശ്വസിക്കാതിരിക്കുമ്പോൾ യഹൂദന്മാരോട് വെട്ടിത്തുറന്നു പറഞ്ഞു, ഞാൻ മോശയ്ക്ക് പ്രത്യക്ഷപ്പെട്ട യാഹ്വയാണ്, നിങ്ങൾ അതൊന്ന് വിശ്വസിക്കേ, ഇല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങൾ മരിക്കും. യേശു ദൈവമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? വീണ്ടും ഈശോയെ 8:28 അതുകൊണ്ട് യേശു പറഞ്ഞു നിങ്ങൾ മനുഷ്യപുത്രൻ ഉയർത്തി കഴിയുമ്പോൾ കുരിശിലാണ് ഞാൻ ഞാൻ തന്നെ എന്നും വീണ്ടും പറയാം ഞാൻ യാഹ്വയാണെന്നും. മനസ്സിലാവുന്നുണ്ടോ? 8:52 അബ്രാഹത്തിന് മുമ്പ്, അബ്രാഹം ഉണ്ടാകുന്നതിന് മുമ്പ് ഞാനുണ്ട്. ഇത് പറയുന്നത് പറയുമ്പോൾ ഏകോ എന്നീ പ്രിയമോ ഏകോ ഞാനാകുന്നു. ഹല്ലേലൂയ. ഈശോ പച്ചയ്ക്ക് പറയാം ഞാൻ ദൈവമാണോ, ഞാൻ ദൈവമാണ്, ഞാൻ യാഹ്വയാണ്, വിശ്വസിക്കും. വ്യക്തമായിട്ട് ഈശോ പറയുക. പക്ഷെ അവനെന്ത് ചെയ്ത് എറിയാൻ കല്ലുകൾ എടുത്തു. അവൻ എറിയാൻ കല്ലുകൾ എടുത്തു. 59 അപ്പോൾ അവൻ അവനെ എറിയാൻ കല്ലുകൾ എടുത്തു. വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഒരു മനുഷ്യൻ, ഒരു പച്ച മനുഷ്യൻ മുമ്പിൽ പറയാ ഞാൻ നിങ്ങളുടെ ദൈവമായി യാഹ്വയാണെന്ന് പറഞ്ഞ് വിശ്വസിക്കാൻ പറ്റുമോ? കാരണം പച്ച മനുഷ്യരുടെ മുമ്പിൽ ജീവിക്കുന്നത് യേശുക്രിസ്തു പച്ച മനുഷ്യരുടെ മുമ്പിൽ ജീവിക്കുന്നത് അവൻ ആരാണ്? ദൈവമാണ്. ഹല്ലേലൂയ. അതിന്റെ ജനനമാണ് ദൈവം മനുഷ്യനായത്. തിരുനാളാണ് എന്ത് എന്ത് ക്രിസ്മസ് ആഘോഷിക്കാൻ പോലെ ആണോ? ക്രിസ്മസ് ആഘോഷിക്കാൻ പോലെ ദൈവം തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് പച്ച മനുഷ്യനായി ഭൂമിയിൽ കുഞ്ഞായി പിറന്ന ദിവസമാണ് ക്രിസ്മസ്. എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? ഒരിക്കൽ കൂടി ഞാൻ പറയാം. എന്താ സംഭവിക്കുന്നു? പിതാവായ ദൈവം പുത്രൻ തമ്പുരാനെ ഭൂമിയിലേക്ക് കൊടുത്തു. അയച്ചു. ഒന്നാമത് പുത്രൻ തമ്പുരാൻ തന്നെ തന്നെ ശൂന്യനാക്കി പച്ച മനുഷ്യ കുഞ്ഞായി അമ്മയുടെ ഉദരത്തിൽ ഒഴിവായി. ദൈവപിത മനുഷ്യനായി ഭൂമി അമ്മയുടെ ഉദരത്തിൽ ഒഴിവായി ദാസന്റെ രൂപം സ്വീകരിച്ച് വെറും മനുഷ്യനായി ജനിക്കുന്നു. ഹല്ലേലൂയ. 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 എല്ലാവരും ഹല്ലേലൂയ.